ഒരു വൈകുന്നേരം കളിപ്പാട്ടങ്ങളൊക്കെ മുറ്റത്തെടുത്തു വെച്ച് സിദ്ധു കളിക്കാൻ തുടങ്ങി. മുറ്റത്തൂടെ സ്പീഡിൽ ഓടുന്ന റിമോട്ട് ടാങ്കിന്റെ പിറകെ ആവേശത്തോടെ സിദ്ധുവും ബഹളം വെച്ച് നടന്നു. ശത്രുക്കളായി ദൂരെ നിർത്തിയിരിക്കുന്ന വാഴപ്പിണ്ടി പട്ടാളക്കാരെ തുരുതുര വെടിവെച്ച് അവൻ തുള്ളിച്ചാടി. ധൈര്യമുണ്ടേൽ വെടിവെക്ക്, പേടിത്തൊണ്ട വാഴപ്പിണ്ടി. റിമോട്ട് ടാങ്ക് ഓടുന്നതും വെടിവെക്കുന്നതും ഒക്കെ കണ്ട് ദൂരെ മാറിയിരിക്കുന്ന പവർ ഇല്ലാത്ത ടോയ്ക്കാർ സങ്കടപ്പെട്ടു. ആ റിമോട്ട് ടാങ്ക് ഓടുന്നത് കണ്ടിട്ട് കൊതിയാവുന്നു. എനിക്കും പവർ ഉണ്ടായിരുന്നേ സിദ്ധുവിന്റെ കൂടെ കറങ്ങി നടക്കായിരുന്നു. തൊട്ടടുത്തിരുന്ന പ്ലാസ്റ്റിക് ബോൾ പറഞ്ഞു, നിനക്കത് പറയാം. സിദ്ധു എന്നെ തൊഴിച്ചു തെറിപ്പിച്ചിട്ട് 3 ദിവസം അപ്പുറത്തെ പറമ്പിലെ മഴക്കുഴിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. നിനക്കിവിടെ സുഖമായിട്ടിരുന്നാ പോരടാ. അത് കേട്ട് ടോയ്ക്കാർ വാ പൊളിച്ചിരുന്നു. സന്ധ്യാകാറായപ്പോൾ സിദ്ധു കളി നിർത്തി റിമോട്ട് ടാങ്ക് തിരിച്ചു കൊണ്ടുവന്നു. ടാങ്കിന്റെ രൂപം കണ്ട് പേടിച്ച് ടോയ്ക്കാർ ചോദിച്ചു, ഇത് എന്നാ പറ്റി ടാങ്കേ? റിമോട്ട് ടാങ്ക് വിറച്ചുകൊണ്ട് പറഞ്ഞു, പരലോകം കണ്ട് മോനെ, ആ ചെറുക്കന്റെ കൂടെ പോയ ജീവൻ തിരിച്ചു കിട്ടുന്നത് തന്നെ ഭാഗ്യം. ടോയ്ക്കാരന്റെ പരാതി അതോടെ തീർന്നു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.